ഇവിടുത്തെ പോപ്പുലർ ഫ്രണ്ടിനേക്കാളും SDPയെക്കാളും ഇവിടുത്തെ മാർക്സിസ്റ്റ് പാർട്ടി എത്രയും വലിയ ഗുണ്ടകളെക്കാളും പിന്നെ നീയല്ലടി ആലപ്പുഴയില് ഈ പണം കൊടുക്കാനുള്ള പെണ്ണിനെ ഇറക്കിയത്? ഞാൻ അറിയണ പെണ്ണാണോ അത്? ഏത് പണം കൊടുക്കാനുള്ള? ഇപ്പൊ ഈ കേസ് മുഴുവൻ ഉണ്ടാക്കിയത് നീ ഒറ്റ ഒരുത്തിയാ. കാരണം നീയാണ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടത്, നീയാണ് അവളെ ഇവിടെ വിട്ടിട്ടുള്ളത്. എവിടെ വിട്ടിട്ടുള്ളത്? ആലപ്പുഴയിൽ നിന്നുള്ള കാറിലല്ലടി അവള് വന്നത്. കേരള രാഷ്ട്രീയത്തെ പിടിച്ചുലയ്ക്കുന്ന അതീവ ഗൗരവകരമായ ഒരു ഫോൺ സംഭാഷണമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. BJP നേതാവ് ശോഭ സുരേന്ദ്രനും പാർട്ടിയുടെ തന്നെ ആലപ്പുഴ നോർത്ത് മുൻ ജില്ലാ വൈസ് പ്രസിഡന്റും തമ്മിലുള്ള ഈ തർക്കം കേവലം ഒരു വാഗ്വാദത്തിനപ്പുറം രാഷ്ട്രീയമായ വലിയൊരു ഗൂഢാലോചനയുടെ സൂചനകളാണ് നൽകുന്നത്. പാലക്കാട് നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാന ഘട്ടത്തിലെത്തി നിൽക്കെ മണ്ഡലത്തിൽ പണം വിതരണം ചെയ്യാൻ ആളുകളെ ഇറക്കിയെന്ന ഗൗരവകരമായ ആരോപണമാണ് ശോഭ സുരേന്ദ്രൻ ഈ സംഭാഷണത്തിൽ ഉന്നയിക്കുന്നത്. ആലപ്പുഴയിൽ നിന്ന് പണം വിതരണം ചെയ്യാൻ ഒരു സ്ത്രീയെ എത്തിച്ചതിന് പിന്നിൽ ഈ പ്രവർത്തകയാണെന്നും ഇതിനെല്ലാം തെളിവ് തന്റെ പക്കലുണ്ടെന്നും ശോഭ ആവർത്തിച്ചു പറയുന്നു. നീയാണ് ഇതിനെല്ലാം പിന്നിലെന്നറിഞ്ഞെന്നും നിന്നെ കോടതി കയറ്റാതെ വിടില്ല എന്നുമുള്ള ശോഭയുടെ വാക്കുകളിൽ വലിയ രോക്ഷമാണ് നിഴലിക്കുന്നത്. എന്നാൽ ഈ ആരോപണങ്ങളെല്ലാം നിഷേധിച്ചുകൊണ്ട് തന്നെ പാർട്ടിക്കുള്ളിൽ ഒരു വിഭാഗം നേതാക്കൾ ചേർന്ന് ഒതുക്കാൻ ശ്രമിക്കുകയാണെന്ന് പ്രവർത്തകർ തിരിച്ചു വാദിക്കുന്നു. പൂന്തറ ശ്രീകുമാറിനെ പോലുള്ള നേതാക്കൾ തനിക്ക് പ്രവർത്തിക്കാൻ അവസരം നൽകുന്നില്ല എന്നും അരുൺ അനിരുദ്ധനും മറ്റും ചേർന്ന് തന്നെ ഒരു വാർഡിൽ പോലും കയറ്റാൻ അനുവദിക്കാതെ മാനസികമായി പീഡിപ്പിക്കുകയാണെന്നും അവർ പരാതിപ്പെടുന്നു. ഇതിനിടയിലാണ് ഫേസ്ബുക്കിലിട്ട ഒരു പോസ്റ്റിനെ ചൊല്ലി തർക്കം രൂക്ഷമാകുന്നത്. ഈ പോസ്റ്റ് വഴി തന്നെയും പാർട്ടിയെയും അപമാനിക്കാൻ ശ്രമിച്ചുവെന്നും SDPഐക്കാരെക്കാളും മാർക്സിസ്റ്റ് ഗുണ്ടകളെക്കാളും മോശമാണ് നീ പെരുമാറുന്നതെന്നും ശോഭ ആക്രോശിക്കുന്നുണ്ട്. സംഭാഷണം പുരോഗമിക്കുന്നതോറും അത് വളരെ വ്യക്തിപരമായ അധിക്ഷേപങ്ങളിലേക്ക് കടക്കുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. നിന്റെ ഭർത്താവിനെ കാണാൻ വരുന്നുണ്ടെന്നും നാട്ടുകാർക്ക് നിന്റെ സ്വഭാവം അറിയാമെന്നും ശോഭ സുരേന്ദ്രൻ പറയുമ്പോൾ തന്റെ മാന്യതയെ ചോദ്യം ചെയ്യാൻ ആർക്കും അധികാരമില്ലെന്ന് പ്രവർത്തകയും മറുപടി നൽകുന്നു. ആലപ്പുഴയിൽ നിന്നും വന്ന കാറിനെ കുറിച്ചും അതിലുണ്ടായിരുന്ന സ്ത്രീയെ കുറിച്ചുമുള്ള ദുരൂഹതകൾ ഈ സംഭാഷണത്തിലുടനീളം ഉയർന്നു കേൾക്കാം. തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ BJPക്കുള്ളിലെ തന്നെ ചിലർ ശ്രമിക്കുന്നുവെന്ന ഗുരുതരമായ സൂചനയാണ് ഇതിലൂടെ പുറത്തുവരുന്നത്. ആ ഫോൺ സംഭാഷണം കേൾക്കാം. ഇവിടുത്തെ പോപ്പുലർ ഫ്രണ്ടിനേക്കാളും SDPയെക്കാളും ഇവിടുത്തെ മാർക്സിസ്റ്റ് പാർട്ടി എത്രയും വലിയ ഗുണ്ടകളെക്കാളും പിന്നെ നീയല്ലടി ആലപ്പുഴയില് ഈ പണം കൊടുക്കാനുള്ള പെണ്ണിനെ ഇറക്കിയത്? ഞാൻ അറിയണ പെണ്ണാണോ അത്? ഏത് പണം കൊടുക്കാനുള്ള? ഇപ്പൊ ഈ കേസ് മുഴുവൻ ഉണ്ടാക്കിയത് നീ ഒറ്റ ഒരുത്തിയാ. കാരണം നീയാണ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടത്, നീയാണ് അവളെ ഇവിടെ വിട്ടിട്ടുള്ളത്. എവിടെ വിട്ടിട്ടുള്ളത്? ആലപ്പുഴയിൽ നിന്നുള്ള കാറിലല്ലടി അവള് വന്നത്. എവിടെ? എന്റെ ശോഭ, ഞാൻ അയച്ചുതരാം. ഇന്ന് ഞാൻ കോടതി കേട്ടിട്ടില്ലെങ്കിൽ ഈ ആവശ്യമില്ലാത്ത കാര്യം ഒന്നും പറയണ്ട ശോഭ. ഈ ശോഭ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ ശോഭ എന്നെ വിളിച്ച് ഇത്ര കോപത്തോടു കൂടി ചോദിക്കുന്നത് എന്തുകൊണ്ടാ? ശോഭയ്ക്ക് സങ്കടവും ദേഷ്യവും വന്നതുകൊണ്ടാ. അല്ല, നിങ്ങൾ എന്തോ ഫേസ്ബുക്കിൽ നിങ്ങൾ BJPക്കാരിയല്ലേ? അതെ, ഞാൻ BJPയുടെ ആലപ്പുഴ നോർത്ത് ജില്ലാ വൈസ് പ്രസിഡന്റ് ആയിരുന്നു. അതെ, നോർത്ത് ജില്ലാ വൈസ് പ്രസിഡന്റ് ശോഭ സുരേന്ദ്രനെ കുറിച്ച് പരസ്യമായിട്ട് പോസ്റ്റ് ഇടേണ്ട കാര്യം? ശോഭ സുരേന്ദ്രനാണ് ഈ പൂന്തുറ ശ്രീകുമാർ മുഖാന്തരം നല്ല വൃത്തിയായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന എന്നെ പുറത്തോട്ട് വരാത്ത രീതിയിൽ ഒതുക്കിയത്. ഈ പൂന്തുറ ശ്രീകുമാർ എനിക്ക് എന്താ ബന്ധമുള്ളതായിട്ട്? പൂന്തുറ ശ്രീകുമാറുമായിട്ട് അവിടെ ആലപ്പുഴയിൽ അല്ല തിരുവനന്തപുരത്ത് സത്യാഗ്രഹം ഇരിക്കുന്ന നിങ്ങൾ പോസ്റ്റ് ഇട്ടോ. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, നിങ്ങൾ ഈ പാർട്ടിക്കകത്ത് നിന്ന് നിങ്ങൾക്കെതിരെ ഞാൻ എന്തായാലും സ്റ്റേറ്റ് പ്രസിഡന്റ് പരാതി കൊടുക്കുന്നുണ്ട്. പൂന്തുറ ശ്രീകുമാറിന് ഇവിടെ 2-3 ഹരിനാരായണനും അതുപോലെ തന്നെ കണ്ണനും ഇവരും ഒക്കെ ആയിട്ട് ചേർന്ന് ആ അറുമുഖം അശ്വതി അറുമുഖം ഇവരൊക്കെ കൂടെ ചേർന്ന് നല്ല മര്യാദയ്ക്ക് നല്ല വൃത്തിയായിട്ട് പ്രസംഗിച്ച് പറഞ്ഞ് സംസാരിച്ച് വന്ന എന്നെ ഒതുക്കിയത്. ഞാൻ വെളിയിലോട്ട് ശോഭ ആത്മാർത്ഥമായിട്ട് പറയാമെങ്കിൽ നിങ്ങൾക്ക് സ്നേഹം ഞാൻ ചോദിക്കട്ടെ, ഞാൻ അന്നും പറഞ്ഞു ശോഭ അവിടെ വന്നപ്പം ഇത് തന്നെയാണല്ലോ പാലക്കാട്ടും പറഞ്ഞത്, അടിച്ചു തൊളികളയുമെന്ന് എന്ന് ഞാൻ ചോദിക്കട്ടെ. ഇതൊക്കെ പറയാൻ എനിക്കും പറ്റും. പക്ഷെ പറഞ്ഞോട്ടെ അതിനെ എതിർക്കേണ്ട സമയത്ത് എതിർക്കേണ്ട പോലെ ഞാൻ ശോഭ മര്യാദയ്ക്ക് പറയണാണെങ്കിൽ എൻ്റെ കാര്യം കേൾക്കണം. അന്ന് അവിടെ വന്നപ്പോഴും ഞാൻ പറഞ്ഞു, ആ ഓഫീസിനകത്തിരിക്കുന്ന സെക്രട്ടറി എന്ന് പറയുന്ന കൊച്ചിനെ ആ ശ്രീകുട്ടൻ ആ കൊച്ചിനെ ഉപദ്രവിക്കത്തക്ക രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തു. ആ
ഓഫീസിലെ ശ്രീകുട്ടൻ, അത് നിങ്ങൾക്കറിയാം, നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. പൂന്തറ ആ കൊച്ചിനോട് പറഞ്ഞ എന്നാന്നോ, നീയും ഈ പാർട്ടി കാണത്തില്ലെന്ന്. ആലപ്പുഴ ജില്ലയിൽ ഇഷ്ടം പോലെ വന്നിട്ടുണ്ട്. ഈ കവലയ്ക്കൽ വന്ന് രാത്രിയിൽ അങ്ങോട്ട് വരണമെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് അഭിമാനമുണ്ടോ സ്ത്രീ? നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സാമാന്യ മര്യാദ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ വിളിച്ചിട്ടല്ലേ സംസാരിക്കുക? ശോഭ ഈ ആലപ്പുഴയിലെ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ടോന്ന് ഇപ്പൊ കേക്ക്. ഇത് പറഞ്ഞോളാണെങ്കിൽ എന്നെ വിളിച്ച് ചോദിക്കണ്ടേ ആലപ്പുഴയിലെ കാര്യത്തിൽ ശോഭാ സുരേന്ദ്രൻ ഇടപെട്ടെന്ന്? എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഇടപെട്ടുണ്ടോ? അപ്പൊ ഇത് നിങ്ങൾ കേക്ക്, നിങ്ങൾ സോമന്റെ കൂടെ പോയി അവനും കെട്ടിപ്പിടിച്ച് കിടന്നിട്ട് നീ ആവശ്യമില്ലാതെ എനിക്ക് ഫേസ്ബുക്കിൽ എഴുതി വിട്. അപ്പൊ ശോഭ അവിടെ ഉണ്ടായിരുന്നോ? ഞങ്ങൾ കെട്ടിപ്പിടിച്ച് കിടന്നപ്പം ഞങ്ങള് പാനിക്കുട്ടി ഞാൻ തീർത്തരാം. ഇതാ ഞാൻ പറഞ്ഞത്, എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ വിളിച്ച് മര്യാദ കേക്ക്, എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ വിളിച്ച് മര്യാദക്ക് ചോദിക്കുമല്ലോ ഇപ്പൊ ചെയ്യുന്നത് നിങ്ങളും. അല്ലല്ല, ഞാൻ നിന്റെ ഭർത്താവിനും കാണും. നിനക്ക് ഭർത്താവ് ഉണ്ടോന്ന് എനിക്കറിയില്ല. നിന്റെ ഭർത്താവിനും കാണാൻ ഞാൻ വരും. അല്ല, അതില്ലാത്തത് ആരാണെന്ന് നാട്ടുകാർക്ക് മൊത്തം അറിയാം. അതില്ലാത്തത് ആർക്കാണെന്നും എനിക്കുണ്ടോന്നും എല്ലാം കൃത്യമായിട്ട് ജനങ്ങൾക്കറിയാം. എന്തിനാ ഈ ആവശ്യമില്ലാതെ പറയുന്നത്? ശോഭ എന്നോട് വിളിച്ചിട്ട് ചേച്ചി എന്താ പ്രശ്നം എന്നല്ലല്ലോ ചോദിക്കുന്നത്. ഫേസ്ബുക്ക് പോസ്റ്റ് നിനക്കെതിരെ വ്യക്തിപരമായിട്ട് ഞാൻ കംപ്ലൈന്റ് കൊടുത്തിട്ടില്ലെങ്കിൽ ഞാൻ പറയുന്നു, എന്റെ പൊതുപ്രവർത്തനത്തിൽ ഇത്രയും ഇത്രയും വൃത്തികെട്ട രീതിയിൽ നാട്ടുകാരുടെ കൂടെ നിന്ന് നീ കളിച്ചിട്ടുണ്ടെങ്കിൽ നീ എഴുതിക്കൊന്നു. ഒരിക്കലും നാട്ടുകാരുടെ കൂടെ നിന്ന് കളിക്കത്തില്ല. അത്രയധികം മാനസിക ഈ ഇലക്ഷൻ സമയത്ത് എന്നെ ഒരു വാർഡിൽ പോലും പ്രവർത്തിക്കാൻ സമ്മതിക്കാതിരുന്നത് ഈ അനിരുദ്ധനും കൂടെ ചേർന്ന് ശോഭ ചെയ്തതാണ്. അതായത് അറിയാത്ത കാര്യത്തിന്റെ പേരിൽ നിങ്ങൾ എനിക്കെതിരെ ഇട്ട പോസ്റ്റിന് നിങ്ങൾ മാപ്പ് പറഞ്ഞില്ല. നിന്നെ ഞാൻ കോടതിയെ കയറ്റുന്ന കാര്യത്തിൽ ഒരു തർക്കം വേണ്ട. ഇവിടുത്തെ പോപ്പുലർ ഫ്രണ്ടിനേക്കാളും SDPയെക്കാളും ഇവിടുത്തെ മാർക്സിസ്റ്റ് പാർട്ടി ഇത്രയും വലിയ ഗുണ്ടകളെക്കാളും പിന്നെ നീയല്ലടി ആലപ്പുഴയില് ഈ പണം കൊടുക്കാനുള്ള പെണ്ണിനെ ഇറക്കിയത്? ഞാൻ അറിയണ പെണ്ണാണോ അത്? ഏത് പണം കൊടുക്കാനുള്ള? ഇപ്പൊ ഈ കേസ് മുഴുവൻ ഉണ്ടാക്കിയത് നീ ഒറ്റ ഒരുത്തിയാ. കാരണം നീയാണ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടത്. നീയാണ് അവളെ ഇവിടെ വിട്ടിട്ടുള്ളത്. എവിടെ വിട്ടിട്ടുള്ളത്? ആലപ്പുഴന്നുള്ള കാറിലല്ലടി അവള് വന്നത്. എവിടെ? എന്റെ ശോഭ, നിന്നെ ഞാൻ കോടതി കേട്ടിട്ടില്ലെങ്കിൽ ഈ ആവശ്യമില്ലാത്ത കാര്യം ഒന്നും പറയണ്ട ശോഭ. ഈ ശോഭ എന്നെ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ ശോഭ എന്നെ വിളിച്ച് ഇത്ര കോപത്തോടു കൂടി ചോദിക്കുന്നത് എന്തുകൊണ്ടാ? ശോഭയ്ക്ക് സങ്കടവും ദേഷ്യവും വന്നതുകൊണ്ടാ. അതേസമയം എന്നോട് സ്നേഹമായിട്ടാണോ ചോദിച്ചത്? ഇതുപോലെ എല്ലാവർക്കും വിഷമമുണ്ട്. ഇവിടുത്തെ പോപ്പുലർ ഫ്രണ്ടിനേക്കാളും SDPയെക്കാളും ഇവിടുത്തെ മാർക്സിസ്റ്റ് പാർട്ടി ഇത്രയും വലിയ ഗുണ്ടകളെക്കാളും പിന്നെ നീയല്ലടി ആലപ്പുഴയില് ഈ പണം കൊടുക്കാനുള്ള പെണ്ണിനെ ഇറക്കിയത്? ഞാൻ അറിയണ പെണ്ണാണോ അത്? ഏത് പണം കൊടുക്കാനുള്ള? ഇപ്പൊ ഈ കേസ് മുഴുവൻ ഉണ്ടാക്കിയത് നീ ഒറ്റ ഒരുത്തിയാ. കാരണം നീയാണ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടത്. നീയാണ് അവളെ ഇവിടെ വിട്ടിട്ടുള്ളത്. എവിടെ വിട്ടിട്ടുള്ളത്? ആലപ്പുഴന്നുള്ള കാറിലല്ലടി അവള് വന്നത്. എവിടെ? എന്റെ ശോഭ, നിന്നെ ഞാൻ കോടതി കേട്ടിട്ടില്ലെങ്കിൽ ഈ ആവശ്യമില്ലാത്ത കാര്യം ഒന്നും പറയണ്ട ശോഭ. ഈ ശോഭ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ ശോഭ എന്നെ വിളിച്ച് ഇത്ര കോപത്തോടു കൂടി ചോദിക്കുന്നത് എന്തുകൊണ്ടാ? ശോഭയ്ക്ക് സങ്കടവും ദേഷ്യവും വന്നതുകൊണ്ടാ. അതേസമയം എന്നോട് സ്നേഹമായിട്ടാണോ ചോദിച്ചത്? ഇതുപോലെ എല്ലാവർക്കും വിഷമമുണ്ട്.